നമസ്കാരം. ഈ പ്രസാദം എന്താണ് എന്ന് ഒന്ന് നോക്കാം. പ്രസാദം അപ്പം മനഃശാന്തിയാണ് പ്രസാദം. നമുക്ക് മനഃശാന്തി പല വിധത്തിൽ ഓരോരോ സന്ദർഭത്തിൽ ഓരോരോ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം താൽക്കാലികമായിട്ടുള്ള ശാന്തിയാണ്, അല്ലേ? ഇപ്പം നിരന്തര മനഃശാന്തി അല്ല. അതൊന്നും നിരന്തര മനഃശാന്തിയാണ് പ്രസാദം. നിരന്തര മനഃശാന്തിയാണ് പ്രസാദം. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനഃശാന്തി കിട്ടും. പിന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലത്തേക്ക് അപ്പം ഒരു മനഃപ്രസാദം, ഒരു മനഃശാന്തി അതെല്ലാം ഉണ്ടാവും. അപ്പം മനസ്സൊന്ന് പ്രസന്നമാകും, അല്ലേ? പക്ഷേ പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ. പ്രസാദം കൊണ്ട് സർവ ദുഃഖങ്ങളും ഇല്ലാതാകും. പ്രസാദം കൊണ്ട് സർവ ദുഃഖങ്ങളും ഇല്ലാതാകുന്നതാണ്. അപ്പം നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ അമ്പലത്തിൽ നിന്നും കിട്ടുന്നതായ നമുക്ക് പായസം, അമ്പലത്തിൽ നിന്നും കിട്ടുന്നതായ പായസം, അതേപോലെ തന്നെ അപ്പം, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കും. എന്നിട്ട് നമ്മൾ ആ പ്രസാദം പ്രസാദം കഴിച്ച ശേഷം നമുക്ക് ദുഃഖം മാറുന്നുണ്ടോ? ആ പ്രസാദം സേവിച്ച ശേഷം, പ്രസാദം കഴിച്ച ശേഷം നമുക്ക് ദുഃഖം മാറുന്നുണ്ടോ? അതോ നമ്മുടെ ദുഃഖം അതേപോലെ അങ്ങനെ തന്നെ ആണോ നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പം അതുമാത്രമല്ല, നമ്മൾ ഈ പ്രസാദമെല്ലാം സേവിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ആ പ്രസാദത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ചില കുറവുകൾ നമ്മൾ പറയാറുണ്ട്. ഈ അരി വെന്തിട്ടില്ല, അതേമാതിരി തന്നെ ഈ മധുരം കുറവാണ്, പിന്നെ പായസത്തിൽ കല്ലുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഈ കുറവുകൾ ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ആ കിട്ടിയ പ്രസാദത്താൽ നമ്മൾ ദുഃഖം അനുഭവിക്കാറും ഉണ്ട്. ഇത് നടക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുമുണ്ട്. അപ്പോൾ ഈ പ്രസാദം കൊണ്ട് ദുഃഖം മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രസാദം കിട്ടിയിട്ട് പ്രസാദത്തിനെ വെച്ചുകൊണ്ട് തന്നെ ദുഃഖിക്കുന്നു, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രസാദം? അപ്പം പ്രസാദം എന്താണ് എന്ന് നോക്കണം. അപ്പം ഭഗവത്ഗീതയിൽ ഭഗവാൻ 2-ാമത്തെ അധ്യായത്തിൽ പറയാണ്, 65-66 ശ്ലോകത്തിൽ പറയാണ്, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നതേജസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠത്തെ നാസ്തി ബുദ്ധിരയുക്തസ്യ നജായുക്തസ്യ ഭാവന നജാ ഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം. ശാന്തിയില്ലാത്തവന് എവിടെ സുഖം എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പം പ്രസാദമെന്നാൽ ഭാവമാണ്, ഭാവം. അപ്പം ഏതു കാര്യം ചെയ്യുമ്പോഴും ഏത് ഭാവത്തിലാണോ ചെയ്യുന്നത്, ആ ചെയ്യുന്ന ഭാവം അധികമായി അധികരിച്ച് വരും. ഏത് ഭാവത്തിലാണോ ചെയ്യുന്നത് ആ ഭാവം അധികരിച്ച് വരും. അപ്പോൾ ഭാവശുദ്ധി അതിപ്രധാനമാണ്. ഭാവശുദ്ധി പ്രധാനമാണ്.
അപ്പം നമ്മൾ ഈ ആഗ്രഹങ്ങളെയെല്ലാം വിട്ട്, കാമനകളെയെല്ലാം വിട്ടിട്ട് എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. അങ്ങനെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ ഈശ്വരനെ, ഭഗവാനെ ഉള്ളുകൊണ്ട് ഭാവന ചെയ്ത്, ഭഗവാനെ ഉള്ളുകൊണ്ട് ഭാവന ചെയ്ത് അത് പ്രേമമായി വളർന്ന് അങ്ങനെ വന്ന്, പ്രേമമായി വളർന്നു വന്ന് പോക്കും വരവും ഇല്ലാതെ സ്ഥായിയായിട്ടുള്ള, പോക്കും വരവും ഇല്ലാത്ത നിരന്തരമായ പ്രസാദം നമുക്ക് ലഭിക്കും ഭാവന കൊണ്ട്, അല്ലേ? അപ്പം ആ പ്രസാദം, അങ്ങനെയുള്ള പ്രസാദം അത് കിട്ടിയാലാണ് എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാകുന്നത്. അങ്ങനെയാണ് ദുഃഖങ്ങളില്ലാതാവുന്നത്. അപ്പം അങ്ങനെ മനഃപ്രസാദമായി കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സ് പ്രസന്നമായി കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സ് പ്രസന്നമായി കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി തന്നിൽ തന്നെ, അവനവനിൽ തന്നെ നിൽക്കും. ബുദ്ധി അവനവനിൽ തന്നെ, തന്നിൽ തന്നെ നിൽക്കും. താൻ തന്നിൽ തന്നെ നിൽക്കാൻ തുടങ്ങും, അല്ലേ? അപ്പം ബുദ്ധിക്ക് തെളിച്ചം വന്നില്ലെങ്കിൽ, പ്രസാദം ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിഷമിച്ചുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും ഈ ചുമ്മാ ഇങ്ങനെ തപിച്ചുകൊണ്ടും ഇരിക്കും. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ സത്സംഗങ്ങളൊക്കെ പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല എത്രയോ പ്രാവശ്യം ഒക്കെ കേട്ടിട്ടുണ്ട്. കേട്ടാലും നമുക്ക് മനഃപ്രസാദത്തിൽ കുറവുണ്ടെങ്കിൽ ബുദ്ധി സ്ഥിരമാവില്ല. അതിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. ബുദ്ധി സ്ഥിരമാവില്ല. അപ്പോൾ പ്രസാദം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തെളിവാണ്. ഇങ്ങനെ തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് അടിയിലുള്ളത് കാണാൻ പറ്റും. അപ്പം മനസ്സിങ്ങനെ തെളിയണം, മനസ്സ് ശുദ്ധമാവണം, മനസ്സ് തെളിയണം, അല്ലേ? അപ്പം നമ്മൾ ഇതിനെന്ത് വേണം? ശ്രവണം ചെയ്ത് കിട്ടിയ ജ്ഞാനം, ശരിയായ ശ്രവണം ചെയ്ത് കിട്ടിയ ജ്ഞാനം മനനം ചെയ്യണം. മനനം ചെയ്ത് ആ ജ്ഞാനത്തിനെ മനനം ചെയ്യണം. മനനം ചെയ്ത് ആ മനനം കൊണ്ട് സ്ഥിരമായില്ലെങ്കിൽ, ആ ജ്ഞാനം സ്ഥിരമായില്ലെങ്കിൽ ഭാവനയും സിദ്ധിക്കില്ല. ഒന്നും കൂടി പറയാം. ശ്രവണം ചെയ്ത് കിട്ടിയ ജ്ഞാനം മനനം കൊണ്ട് സ്ഥിരമായില്ലെങ്കിൽ ഭാവനയും ഉണ്ടാവില്ല, ഭാവന സിദ്ധിക്കില്ല. ഭാവന സിദ്ധിച്ചില്ലെങ്കിലോ? ഇപ്പം ഭാവന മെയിനാണ്. ഇപ്പം ഭാവനയില്ലെങ്കിലോ? ഭാവം സിദ്ധിച്ചില്ലെങ്കിൽ നചാ ഭാവയത ശാന്തി. ഭാവമില്ലെങ്കിൽ ശാന്തി ഉണ്ടാവില്ല. ശാന്തിയില്ലെങ്കിലോ? സുഖമുണ്ടാവില്ല. ശാന്തിയില്ലെങ്കിൽ സുഖവും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ
തിരിഞ്ഞുകൊണ്ടേയിരിക്കും, ചുറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് മനഃപ്രസാദത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. മനഃപ്രസാദത്തിന് വേണ്ടി പരിശ്രമിക്കണം. കാരണം എന്താ? പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ. അതുകൊണ്ട് നമുക്ക് ദുഃഖങ്ങളെല്ലാം മാറണം എന്നുണ്ടെങ്കിൽ, ദുഃഖങ്ങളെല്ലാം മാറണ്ടേ. ദുഃഖം വേണമെന്ന് പറഞ്ഞാൽ ആരും ആഗ്രഹിച്ച് വലിയ വലിയ യാഗങ്ങളോ യജ്ഞങ്ങളോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ദുഃഖം വരണം. ദുഃഖം മാറാൻ വേണ്ടി ചെയ്യുമ്പോൾ മനഃപ്രസാദം മെയിനാണ്. അതുകൊണ്ട് മനഃപ്രസാദത്തിന് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടണം, പരിശ്രമിക്കണം, കഷ്ടപ്പെടണം. വേറെ എന്തിനോ വേണ്ടി കഷ്ടപ്പെടണം, ഇതിനു വേണ്ടി കഷ്ടപ്പെടണം. അങ്ങനെ ആ മനഃപ്രസാദത്തിലൂടെ പൂർണ്ണ ജ്ഞാനം നമുക്കുണ്ടാവും. അങ്ങനെ മനഃപ്രസാദത്തിലൂടെ ഓരോരുത്തർക്കും പൂർണ്ണജ്ഞാനം ഉണ്ടായി അവരുടെ എല്ലാ കഷ്ടങ്ങളും മാറട്ടെ, ഇല്ലാതാവട്ടെ. അങ്ങനെ അവനവൻ്റെ സ്വരൂപത്തിനെ അറിയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.